ഇളയ തളപതി ഒരു കിഡിലൻ പോലീസ് ഓഫീസറുടെ റോളിലാണ് ഇനി പ്രേക്ഷകർക്ക് മുൻപിൽ എത്താൻ പോകുന്നത്. വിജയ് 59 എന്ന് പേരിട്ടിരിക്കുന്ന ഫിലിമിലാണ് ആൾ ഈ വേഷം ചെയ്യാൻ പോകുന്നത് കേട്ടോ. തമിഴിൽ ആദ്യത്തെ ഫിലിം തന്നെ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാക്കി മാറ്റിയ ആറ്റ്ലിയാണ് ഈ ഫിലിമിൻ്റെ ഡയറക്ടർ. ആറ്റ്ലിയുടെ ഫസ്റ്റ് ഫിലിം ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ, രാജാ റാണി. ഒക്ടോബർ 1 വിജയുടെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് റിലീസാകാനിരിക്കുന്നത്, പുലി. വിജയുടെ കരിയറിൽ തന്നെയുള്ള ഏറ്റവും ബിഗ് ബഡ്ജറ്റഡ് ഫിലിമാണ് പുലി. മാത്രമല്ല വിജയ്ക്ക് ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷനും ഈ ഫിലിമിലാണ് കിട്ടിയത്. വിജയ് ഫാൻസും ബാഹുബലി ഫാൻസും പിന്നെ സിനിമാ പ്രേമികളും എല്ലാം ഒരേപോലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുലിയുടെ റിലീസിനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാഹുബലിയെയും വെല്ലുന്ന വിഷ്വൽ എഫക്ട്സ് ആണ് പുലിയിൽ എന്നാണ് കേൾക്കുന്നത്. സെപ്റ്റംബറിൽ റിലീസാകേണ്ടിയിരുന്ന ഈ ഫിലിം ഒക്ടോബറിലേക്കൊന്ന് മാറ്റിയതാണ്, കുറച്ചുകൂടെ മിനുക്ക് പണികളുടെ ആവശ്യകത കാരണം. എന്താണെങ്കിലും ഇനി ആറ്റ്ലിയുടെ ഫിലിമിൽ വിജയുടെ നായികമാരായി എത്താൻ പോകുന്നത് എയ്മി ജാക്സണും സാമന്തയുമാണ്. ഈ ഫിലിം ഒരു റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ ആയിരിക്കും. ഫ്ലാഷ് ബാക്ക് സീക്വൻസിൽ സാമന്തയും പ്രസൻറ്റ് സീക്വൻസിൽ എയ്മി ജാക്സണുമായിരിക്കും അഭിനയിക്കുന്നത്. ഇവർക്ക് പുറമേ രാധിക ശരത് കുമാറും ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ ചെയ്യുന്നുണ്ട് ഈ ഫിലിമിൽ. GV പ്രകാശ് കുമാറാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഫിലിം ഫിനാൻസ് ചെയ്യുന്നത് കലൈപ്പുള്ളി തനുവുമായിരിക്കും. ഇതിനു മുൻപും വിജയ് ഒരുപാട് പോലീസ് വേഷങ്ങളിൽ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും റീസെൻ്റായി ജില്ലയിൽ നമ്മുടെ സ്വന്തം മോഹൻലാലുമൊത്താണ് ഒരു പോലീസ് വേഷത്തിൽ എത്തിയത്. ഫിലിം ബോക്സ് ഓഫീസിൽ 100 കോടി വരെ കളക്ട് ചെയ്തുകൊണ്ട് സക്സസ് തന്നെയായിരുന്നു. പോക്രി എന്ന ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫിലിംസിൽ പോലീസ് കഥകളിൽ വെച്ചൊരു ട്രെൻഡ് സെറ്റർ തന്നെയായിരുന്നു പോക്കിരി. ഏതായാലും ആറ്റ്ലിയുടെ ഈ ഫിലിം ചെന്നൈയിൽ പലയിടങ്ങളിലായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്.